എന്താ സാർ, ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചത് ആരെങ്കിലും കേട്ടോ? എന്തെങ്കിലും കുഴപ്പമായോ? കേട്ടു. ആ, കേട്ടതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളെ വിളിക്കേണ്ടി വന്നത്. ആരാണ് സാർ? ആരാ കേട്ടത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്ത് വന്നിരുന്നോ? വന്നിരുന്നു സാർ. അതും സാർ അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ആ അല്ല, ആ പിന്തുടർന്നു വന്ന ആള് നിങ്ങളോട് എന്താ ചോദിച്ചേ? അയാളൊരു വഴി പോക്കനായിരുന്നു. അയാൾ വഴി മാത്രമേ ഞങ്ങളോട് ചോദിച്ചുള്ളൂ. പിന്നീട് അയാൾ ഞങ്ങളെ ഫോളോ ചെയ്തില്ല. എടോ, നീയൊക്കെ പമ്പര വിഡ്ഢികളാ. ആ വന്നവൻ വഴിപോക്കനല്ല. നിങ്ങളെ എന്നെയും കുറിച്ച് മനസ്സിലാക്കാന് അവൻ നിങ്ങളെ പിന്നാലെ വന്നത്. അയ്യോ, അതിനായിരുന്നു അയാൾ വന്നത്. ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഓ, നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ആ, അതുകൊണ്ടാണല്ലോ നിന്നെയൊക്കെ മണ്ടന്മാരെ ഞാൻ വിളിച്ചത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെയൊക്കെ സേവനം ഇവിടെ വെച്ച് നിർത്തിക്കോണം. ആ, അനാവശ്യമായി എന്നെ ബന്ധപ്പെടാൻ നിൽക്കരുത്. നമ്മൾ നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് പുറത്തൊരാളും അറിയരുത്. സർ, അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? നീയൊക്കെ എവിടെയും പോയി തൊലയും. സർ, സോറി സർ. വച്ചിട്ട് പോവാൻ നോക്കിയേ. സാറേ, സാറിങ്ങനെ ടെൻഷൻ ആവല്ലേ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു അബദ്ധം ഉണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് തന്നെ ആയാലും സാറിനെ ഞങ്ങൾ ഒറ്റുകൊടുക്കില്ല. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. എടാ, നീയൊക്കെ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയൊക്കെ തട്ടാൻ വേണ്ടി ഞാൻ വേറെ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. ഓർത്തോ? വൃത്തിയിട്ടോ മതി. എന്താ സാർ പറഞ്ഞത്? മാറിനായി കൂടെ നിർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോമൽ കുരുന്നും മാറിവിൽ കൂടെ നിർത്തും മാനസം തണലാക്കി കണ്ടിനിയും മതിയായിവരെ പൊന്നിൻ കിരണമാം തിലകം തൊട്ടും കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴത്തു നെഞ്ചത്തുടിപ്പിൽ തേൻ ചിന്തി പറക്കും മാറിവിൽ കൂടെ നിർത്തും മാനസം തണലാക്കി മാറി പെയ്തു പെയ്തു വരും വെയിലും മഞ്ഞും വരും ചൊല്ലും മാൻകിളി അരികെ വരൂ വരൂ കാറ്റിനുലയാതെ ചേർന്നു കഴിയാ ഞാനെന്നും
തേൻകൂട്ടില്ലേ ഞാനെല്ലാം കാണുന്നുണ്ട്. ഈയിടെയായിട്ട് ചേട്ടൻ വലിയ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അതെ, ഋഷിയുടെ ചേട്ടൻ ഇപ്പൊ വലിയ റൊമാൻറ്റിക് മൂഡിലൊക്കെ തന്നെയാ. ഞാനൊരിക്കലും ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് കുട്ടൻ. എങ്ങനെ റൊമാൻറ്റിക് ആവണമെന്ന് ഋഷി വേണമെങ്കിൽ കുട്ടനെ കണ്ട് പഠിച്ചോ. ഓ, ആയിക്കോട്ടെ. ഞാൻ അറിയാതൊന്ന് ഉറങ്ങിപ്പോയി. കുട്ടൻ ഇവിടെ തന്നെ ഇരിക്കായിരുന്നോ? ആ, മലക ഉറങ്ങണേ നോക്കി ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ കുട്ടൻ ഉറക്കം വന്നില്ലേ? ഇല്ലല്ലോ. ഞാൻ ഉറങ്ങിയപ്പോ കുട്ടനെ വിളിച്ചുണർത്തിയാൽ മതിയായിരുന്നു. നമുക്ക് ഒരുമിച്ച് മുറി പോയി ഉറങ്ങായിരുന്നില്ലേ? ഉറങ്ങുന്ന മലക എങ്ങനെ വിളിക്കുക? വിളിച്ചാ ആ ഉറക്കം പോവില്ലേ? അതൊന്നും സാരമില്ലായിരുന്നു. സാരമുണ്ട്. ഉറങ്ങുന്ന മലാകെ വിളിച്ചുണർത്താൻ പാടില്ല. ഉറങ്ങുന്ന മലാകെ വിളിച്ചുണർത്താൻ ശരിയല്ല. ശരി, ആയിക്കോട്ടെ. കുട്ടൻ എഴുന്നേറ്റ് നമുക്കേ മുറി പോയി കിടന്നുറങ്ങാം. വാ. നമുക്ക് ഉറങ്ങാട്ടോ. കിടന്നോ. കുട്ടൻ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? എന്താ ഇത്? ഇതൊക്കെ മാലാഖയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യണല്ലേ. ഓഹോ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? പിന്നെ മാലാഖയോട് എനിക്ക് ഒത്തിരി 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 സ്നേഹമുണ്ട്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം മാലാഖയാ. ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയാ കുട്ടൻ എന്ത് ചെയ്യും? മാലാഖ എന്നെ വിട്ടു പോയാ ഞാനും കൂടെ വരും. ഞാനതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മരിച്ചു പോയാ കുട്ടൻ എന്ത് ചെയ്യുന്ന. മാലാഖ മരിച്ചു പോയാൽ ഞാനും മരിക്കും. കുട്ടാ, അങ്ങനൊന്നും പറയാൻ പാടില്ല. മരണത്തെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനേ പാടില്ല. ആണല്ലേ? എന്നാ മാലാഖ ഇനി മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്റെ അടുത്ത് വരണ്ട. ഇല്ല, ഞാൻ ചിന്തിക്കില്ല. മാലാഖ ഇനി ഇതൊന്നും എന്റെ അടുത്ത് ഒരു തവണ പോലും പറയരുതേ. ഇല്ല, ഇനി ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കുട്ടനോട് പറയില്ല. വാ, വന്ന് കിടക്കും. വന്ന്.
ചേച്ചി ചേച്ചി നീയായിരുന്നോ? എന്ത് പറ്റി? എന്ത്? എന്തോ ഉണ്ടല്ലോ. നീ എന്തൊക്കെയാ ഗോപു ഈ പറയുന്നേ? അല്ല, ഞാൻ വരുമ്പോ ചേച്ചി എന്തോ ചിന്തയിലായിരുന്നല്ലോ. എന്തായിരുന്നു? ഒന്നുമില്ല ഗോപു. അത് വെറുതെ. എന്തായാലും ഇന്ന് ചേച്ചിയെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. കവിളൊക്കെ ചുവന്ന് തുടുത്ത് നല്ല ആപ്പിള് പോലെ ആയിട്ടുണ്ട്. ഓ, കണ്ണുകൾക്കൊക്കെ എന്താ ഒരു തിളക്കം. നക്ഷത്രങ്ങള് പോലെയല്ലേ മിന്നുന്നത്. ഒന്ന് പോച്ചേ, മനുഷ്യനെ വെറുതെ കളിയാക്കാതെ. അല്ല, ഇന്നീ പ്രത്യേക സൗന്ദര്യം ഉണ്ടാകാൻ എന്താ കാരണം? എന്ത് സൗന്ദര്യം? നിനക്കിതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇനി ചമ്മല് നാണോന്നും വേണ്ട. സംഗതിയെ എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് മനസ്സിലായിന്നാ? അയ്യേ, ഈ പെണ്ണിന് ഒരു നാണമില്ല. ചേച്ചി, പ്രായം കൊണ്ട് ഞാൻ അനിയത്തിയാണെങ്കിലും ആദ്യം കല്യാണം നടന്നതേ എനിക്കായിരുന്നു. അത് മറക്കണ്ട. ഇവളുടെ ഒരു കാര്യം. ബഹളം കൂട്ടാതിരിക്കെ. കുട്ടന് ഉറങ്ങുന്ന കണ്ടില്ലേ? കുട്ടന്റെ ഉറക്കം നഷ്ടപ്പെടും. അയ്യോ, സോറി ചേച്ചി. സിദ്ധേട്ടൻ ഉറങ്ങുന്നതേ ഞാൻ ഓർത്തില്ല. സോറി. പാവത്തിന് നല്ല ക്ഷീണം കാണുമല്ലേ? ഇറങ്ങി പോകുന്നുണ്ടോ നീ ഇവിടുന്ന്? എന്തായാലും ചേച്ചിക്ക് സന്തോഷായല്ലോ. ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് ചേച്ചിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവുമല്ലേ? കുട്ടനൊപ്പം എങ്ങനെ ജീവിച്ചാലും ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും ഗോപു. അത്രമാത്രം കുട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ 10 മടങ്ങായി ഞാനും കുട്ടനെ സ്നേഹിക്കും. സ്നേഹം എന്ന ഔഷധം കൊണ്ട് ഞാൻ എൻ്റെ കുട്ടന്റെ അസുഖമെല്ലാം പൂർണ്ണമായിട്ടും ഭേദമാക്കിയെടുക്കും. പവിത്രമായൊരു ബന്ധമായിരുന്നു ഞാൻ കണ്ടത്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല.
പക്ഷേ ഇന്നലെ രാത്രി എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ കുട്ടൻ്റെതായി മാറിയതിൽ ആത്മനിർവൃതിയും സന്തോഷമുണ്ട്. ചേച്ചിയുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ചേച്ചിയുടെ ജീവിതം എവിടെ എത്തിച്ചേരുമെന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ആ ചിന്തകൾ മാറി തുടങ്ങിയിരിക്കാം. സിദ്ധുവേട്ടനോടൊപ്പം ഒരു നല്ല ജീവിതം ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അഞ്ജു, മോളെ, നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്ക് പെട്ടെന്ന് എന്റെ അമ്മയെ കാണണമെന്ന് തോന്നി, അതാ ഞാനിങ്ങ് പോകുന്നത്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കായിരുന്നു. നിനക്കവിടെ സുഖമല്ലേ? ഓ, എന്ത് സുഖം. ദേവിക എന്ന മൂശായിട്ട് അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ എങ്ങനെ സന്തോഷിക്കാനാ അമ്മ? എല്ലാരും കൂടെ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുമല്ലേ. ഇപ്പൊ എന്താ അവിടെ പുതുതായി സംഭവിച്ചത്? അവള് സിദ്ധുവേട്ടന് വേണ്ടി കഠിനമായ ഒരു പരിഹാരം ക്ഷേത്രത്തിൽ പോയി അനുഷ്ഠിച്ചു. അതിന്റെ പേരില ഇപ്പൊ എല്ലാരും അവളെ കുമ്പിടുന്നതും വാഴ്ത്തുന്നതും. ഓ, ഇന്ന് വരെ മുത്തശ്ശിയോട് ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത സിദ്ധുവേട്ടന്റെ അച്ഛൻ പോലും ഇപ്പൊ അവൾക്ക് വേണ്ടി മുത്തശ്ശിയോട് ദേഷ്യപ്പെടുക. ആ സ്ഥിതിയിലേക്ക് ദേവിക മാഡം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോ ഞാൻ അവിടെ ഒന്നും അല്ലല്ലോ എന്ന വിഷമം അമ്മ എനിക്ക് തോന്നുന്നത്. നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നീ വെയിറ്റ് ചെയ്യ്. ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിരിക്കും. നീ ഇതെപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഏട്ടാ. അല്ല, നിങ്ങൾ ക്ഷേത്രത്തിൽ പരിഹാര പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേ 2 റൗഡികൾ സിദ്ധുവിന്റെ അപകടത്തെക്കുറിച്ച് അവിടെ സംസാരിച്ച വിവരം ദേവിക എന്നോട് പറഞ്ഞിരുന്നു. ദേവിക പറഞ്ഞതനുസരിച്ച് ഞാൻ ആ റൗഡികളെ പിന്തുടരുകയും ചെയ്തു. പക്ഷെ അവരെ പിടികൂടിയെങ്കിലും അവരിൽ നിന്ന് അവർക്ക് പിന്നിൽ ആരാണെന്ന് എനിക്കറിയാൻ സാധിച്ചില്ല. അല്ല, ദേവിക ഇക്കാര്യം നിന്നോട് പറഞ്ഞില്ലേ? ദേവിക പറഞ്ഞത് ശരിയാണെങ്കിൽ സൂക്ഷിക്കണം. സിദ്ധുവിനെ ആപത്ത് ചുറ്റിനും ചൂഴ്ന്നു നിൽക്കുക. അത് മനസ്സിലാക്കിയിട്ടാ ദേവിക അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്. ദേവിക കാണിക്കുന്ന ഈ ധൈര്യത്തിനും അവളുടെ ശ്രമത്തിനും അവൾ അഭിനന്ദിച്ചേ മതിയാവും. അതുപോലെ തന്നെ അനീഷിനും സഹായിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ദേവികയെ സഹായിക്കണം. ഞാനത് ചെയ്യും മുത്തശ്ശ. ഇപ്പൊ തന്നെ ഞാനും ദേവികയും കൂടി RT ഓഫീസിലേക്ക് പോവാ. ആ റൗഡികൾ സഞ്ചരിച്ച ബൈക്കിന്റെ നമ്പർ വെച്ച് അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അത് നന്നായി മോനെ. എന്നാ നീ പോയിട്ടോ. ശരി മുത്തശ്ശ, ശരി, പോയിട്ട് വരാം. നീ വല്ലതും കഴിക്കേ. നിങ്ങൾ വന്ന കാര്യം പറയൂ. സാർ, ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. എന്ത് ഹെൽപ്പ്? ഇതാ സാർ. സർ, ഇതൊരു ബൈക്കിന്റെ നമ്പറാ. ഞങ്ങൾക്ക് ഇതിന്റെ ഉടമസ്ഥന്റെ അഡ്രസ്സ് വേണമായിരുന്നു. അത്യാവശ്യം. കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നോനോ, അതൊന്നും പറ്റില്ല. നിങ്ങൾ എന്നെ പറ്റി എന്താ കരുതിയത്? വഴി വിട്ട് എന്തും ചെയ്യുന്ന ഓഫീസറാണെന്നോ? അതൊന്നും നടക്കില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല. സാറേ, സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറിന് കിട്ടാനുള്ളത് കിട്ടിയ പോരെ. അനീഷേട്ടാ, അതെടുത്ത് സാറിന് കൊടുത്തേക്ക്. സാർ, ഇത് സാറിനുള്ളൊരു സമ്മാനമാണ്. സാർ ഇത് സന്തോഷത്തോടെ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ബൈക്കിന്റെ ഡീറ്റെയിൽസ് എടുത്തു തരണം. ഇതൊരു മെനക്കെട്ട ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങ് ഒഴിഞ്ഞു മാറിയത്. ഇനിയിപ്പം നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.
നിങ്ങൾ തന്ന നമ്പറിലുള്ള ബൈക്കിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ. ആ ദേവിക നോട്ട് ചെയ്തോ. ആ